ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു LLM സ്റ്റഡി ഓപ്പർച്യൂണിറ്റിയെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ LLB കഴിഞ്ഞ് ഒരു LLM ഒക്കെ പഠിക്കാൻ ഇങ്ങനെ റെഡി ആയിരിക്കുന്നവർക്ക് ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റഡി ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ LLM ഡിപ്പാർട്ട്മെൻറ്റ് കാരിപ്പട്ടത്താണ് ക്യാമ്പസ്. അവിടേക്കുള്ള ഈ വർഷത്തെ LLM എൻട്രൻസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് അനലൈസ് ചെയ്യാൻ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ LLM ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പ്രോസ്പെക്ടസ് ഫോർ അഡ്മിഷൻ ടു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇൻ യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ്സ് 2025-26. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഒഫീഷ്യൽ സൈറ്റും മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് എല്ലാം ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു, നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ LLM ഡിപ്പാർട്ട്മെൻറ്റ് കാര്യവട്ടത്താണ് ക്യാമ്പസ്. അപ്പോൾ അവിടെ 2 ഇയർ LLM ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 2 ഇയർ LLM ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് ലോ ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പബ്ലിക് ലോ ആൻഡ് IPR ആണ് അവിടുത്തെ LLM സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ 24 സീറ്റ്സ്, 24 സീറ്റുകളാണ് ഉള്ളത്. അതിൽ 12 എണ്ണം മെറിറ്റ് സീറ്റും 12 എണ്ണം റിസർവേഷൻ സീറ്റുമാണ്. ഇവിടേക്ക് എൻട്രൻസ് എഴുതണമെങ്കിൽ ഉള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് LLB ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ഇത്ര മാർക്ക് വേണം അങ്ങനെയൊന്നും നോട്ടിഫിക്കേഷൻ പറയുന്നതിന് ഒരു ബേസിക്കലി ഒരു LLB ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യവട്ടത്തേക്കുള്ള LLM എൻട്രൻസ് എഴുതാം. ഇവിടെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് ട്രിവാൻഡ്രം, അതുപോലെ തന്നെ എറണാകുളം, കോഴിക്കോടൊക്കെയാണ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത്. ഇതിന് ഒഫീഷ്യൽ സൈറ്റ് ഈ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കയറി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒഫീഷ്യൽ സൈറ്റ് ഞാൻ ടെലഗ്രാം ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 2000 രൂപ. ജനറൽ കാറ്റഗറിക്കാരാണ് 2000 രൂപയും, SC ST കാൻഡിഡേറ്റ്സിന് 1000 രൂപയാണ് വരുന്നത്. അപ്പോൾ എൻട്രൻസ് നടത്തിയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടേക്കുള്ള അഡ്മിഷൻസ് അവർ നടത്തുന്നത്. എൻട്രൻസ് 100 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് എൻട്രൻസിന് ഉള്ളത്. ഇതിന് പ്രോപ്പർ സിലബസോ അല്ലെങ്കിൽ ഇന്ന സിലബസിന് വരും അങ്ങനെയൊന്നും പ്രോസ്പെക്ടസിൽ പറയുന്നില്ല. ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ലോ സബ്ജക്ട്സ് പൊതുവെ മറ്റുള്ള എൻട്രൻസിൻ്റെ ഉള്ള ഒരു സബ്ജക്റ്റില്ലേ ലോ സബ്ജക്ട്സ്, അതിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ചോദ്യങ്ങൾ വരുന്നത്. 100 ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പബ്ലിക് ലോ ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നോർമൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് സബ്ജക്ട്സിൽ നിന്നാണ് നമ്മൾ ലോ കോളേജിൽ പഠിക്കുന്ന ലോ സബ്ജക്റ്റ്, നമ്മൾ LLB പഠിക്കുമ്പോൾ ലോ സബ്ജക്ട്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് 100 ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോസ് ഒക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 30/4/2000, അതായത് ഏപ്രിൽ 30 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഡേറ്റ് ഓഫ് എൻട്രൻസ് മെയ് 19 മുതൽ മെയ് 25 വരെ. ആ ഡേറ്റിലായിരിക്കും മിക്കത് എൻട്രൻസ്. കാരണം കേരള യൂണിവേഴ്സിറ്റിയുടെ മൊത്തം PG ഡിപ്പാർട്ട്മെന്റിലേക്ക് എല്ലാത്തിനും എൻട്രൻസ് ഇത് തന്നെയാണ്. അപ്പോൾ മെയ് 19 മുതൽ മെയ് 25 വരെയുള്ള ഡേറ്റിലായിരിക്കും എന്ത് വരുന്നത്. അത് നമുക്ക് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അതിൽ ഡേറ്റും കാര്യങ്ങളും തീർച്ചയായിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ പബ്ലിക്കേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ 20-നാണ്. ജൂൺ 20-നാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അഡ്മിഷൻ തുടങ്ങുന്നത് ജൂലൈയിലാണ്. ഓക്കെ, ജൂലൈ 3-ാണ് അഡ്മിഷൻ തുടങ്ങുന്നത്. ക്ലാസ് തുടങ്ങുന്നത് ജൂലൈ 15-ാണ്. ഓക്കെ, ജൂലൈ 15-ാം. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഡേറ്റുകൾ വരുന്നത്. അപ്പോൾ എൻട്രൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ലോ കോളേജിൽ പഠിക്കുന്ന ലോ സബ്ജക്ട്സിൽ നിന്ന് അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ. അപ്പോൾ അവരുടെ മെയിനായിട്ട് സ്പെഷ്യലൈസ് സബ്ജക്ട്സിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടന്റ് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.